വലഖദ് കാന റജുലു മിമ്മൻ കാന ഖബ്ലകും യസ്തക്മിലുൽ ഖുർആൻ. എന്നാൽ നിങ്ങളുടെ മുമ്പ് സമൂഹത്തിലുണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നു, അവർ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യും, അല്ലെങ്കിൽ ഖുർആൻ മുഴുവൻ ഹിഫ്വാക്കും. ഫലാ യസ്മഉ ബിഹി ജാറുഹു. പക്ഷേ അയാളുടെ അയൽവാസി ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. അയൽവാസി കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അയാൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് അയൽവാസി പോലും കേട്ടിട്ടുണ്ടാവില്ല. വലഖദ് കാന ലാഖറു യതഫഖഹു ഫിദ്ദീൻ. മറ്റു ചില ആളുകൾ ദീനിൽ വളരെയധികം ഇൽമു നേടിയിട്ടുണ്ടാകും. വലാ യത്തലിഉ അലൈഹി സ്വദീഖുഹു. അവരുടെ കൂട്ടുകാരൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ 2 ഹദീസ് പഠിക്കുമ്പോഴേക്കും നമ്മുടെ ഒപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മസല പഠിക്കുമ്പോഴേക്കും നമ്മുടെ ഒപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥ. പക്ഷേ ആരും അറിയാതെ തന്നെ പഠിച്ചിരുന്ന ആളുകൾ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട എന്നുള്ളതല്ല, പക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പഠിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം വായിച്ചുകൊണ്ടിരുന്ന ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ആദാബുൽ ഹസനിൽ ബസരി വസുഹ്ദുഹു വമവാഇദുഹു എന്ന കിതാബിൽ നാം 4-ാമത്തെ ഫസ്ല്, ദുനിയാവിൻ്റെ നിരർത്ഥകതയും അതുപോലെ അതുമായിട്ട് ഖൽബ് തഅല്ലുഖാവുന്നതിൻ്റെ നിന്ദ്യതയും എന്ന വിഷയത്തിൽ വന്നിട്ടുള്ള ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ അസറുകളായിരുന്നു. അതിൽ ചുരുക്കം ചില അസറുകളൂടെ വായിക്കാൻ ബാക്കിയുണ്ട്. അതിലടുത്തത് ഹസനുൽ ബസരി റഹിമഹുള്ള പറഞ്ഞതായി പറയുന്നു, ഖീല ലി ഖാലിദ് ഇബ്നു യസീദ് ഇബ്നു മുആവിയ. ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ യസീദിന്റെ മകനായ ഖാലിദിനോട് ചോദിക്കപ്പെട്ടു, മാ അഖറബു ഷൈഇൻ. എന്താണ് ഏറ്റവും അടുത്തിട്ടുള്ള കാര്യം, ഏറ്റവും അടുത്തായി ഒരാൾക്ക് ഉള്ള കാര്യം എന്താണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അൽ അജൽ, അത് അവന്റെ സമയമാണ് അഥവാ മരണമാണ്. ഖീല ലഹു ഫമാ അബ്അദു ഷൈഇൻ. എന്താണ് ഒരാളിൽ നിന്ന് ഏറ്റവും അകലെയായിട്ടുള്ള കാര്യം? ഖാല അൽ അമൽ. അദ്ദേഹം പറഞ്ഞു, പ്രതീക്ഷകളാണ്. അവൻ ഈ ദുനിയാവിൽ വെക്കുന്ന പ്രതീക്ഷകളാണ് അവനിൽ നിന്ന് ഏറ്റവും വിദൂരമായിട്ടുള്ളത്. ഖീല ലഹു ഫമാ ആനസു ഷൈഇൻ. ഏതാണ് ഏറ്റവും ചിന്താർഹമായിട്ട് നമ്മോടൊപ്പം ചിന്തിക്കാൻ സാധിക്കുന്നത്? ഖാല അസ്സാഹിബുൽ മവാതി. മരണപ്പെടുന്ന വ്യക്തിയാണ്. ഖീല മാ ഔഹശു ഷൈഇൻ. ആരാണ് ഏറ്റവും ഒറ്റപ്പെട്ടിട്ടുള്ളത്, ഏറ്റവും ഏകാന്തമായിട്ടുള്ളത്? ഖാല അൽ മയ്യിത്ത്. മയ്യിത്താണെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹം മരണത്തെയും അതുപോലെ തന്നെ ദുനിയാവിലുണ്ടാകുന്ന പ്രതീക്ഷയും അത് തമ്മിലുള്ള ഒരു ബന്ധമാണ് പറയുന്നത്. അഥവാ നമ്മളിലേക്ക് ഏറ്റവും അടുത്തിട്ടുള്ള കാര്യം എന്താണ്? മരണമാണ്. എന്നാൽ ഏറ്റവും വിദൂരമായിട്ടുള്ള കാര്യം എന്താണ്? നമ്മുടെ പ്രതീക്ഷകളാണ്. നമുക്ക് ഓരോരുത്തർക്കും പല പ്രതീക്ഷകളുണ്ടാവും. അപ്പോൾ നാളെ പ്രതീക്ഷ വെക്കുന്ന പല കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച, അടുത്ത മാസം, അടുത്ത വർഷം, അല്ലെങ്കിൽ ഒരു 5 വർഷത്തിന് ശേഷം, അതുപോലെ പല പ്രതീക്ഷകളും ദുനിയാവിൽ നമുക്കുണ്ടാകും. പക്ഷേ അതിനേക്കാളെല്ലാം നമുക്ക് അടുത്തിട്ടുള്ള കാര്യം എന്താണ്? മരണമാണ്. മരണത്തിന് എന്തില്ല, നാളെ മറ്റന്നായി നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് ഏറ്റവും അടുത്തിട്ടുള്ള കാര്യമാണ്. വകാന യഖൂൽ. അദ്ദേഹം പറയുമായിരുന്നു, റുവിയ അന്ന റജുലൻ ഖാല ലി ഉമ്മി ദർദാ. ഒരിക്കലൊരു വ്യക്തി ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്. ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠനായ സ്വഹാബിയാണ്. ഹദീസുകൾ പഠിക്കാൻ വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം മദീനയിലെ വലിയ കച്ചവടക്കാരനാണ്. അങ്ങനെ അദ്ദേഹം ഹദീസ് പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കച്ചവടവും എല്ലാം ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം കൂടി. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പോലെ ഒപ്പമുണ്ടായിരുന്ന സ്വഹാബിയാണ് ആര്? അബൂ ദർദാ റളിയല്ലാഹു. ഈ 2 സ്വഹാബികൾക്കും മാത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ചില നസീഹത്തുകൾ, ഹദീസുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ദീന് പഠനത്തിലും ഹദീസ് പഠിക്കുന്നതിലും അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പോലെ മറ്റെല്ലാ തിരക്കുകളും ഒഴിവാക്കി റസൂലുള്ളാഹിന്റെ ഒപ്പം തന്നെ കൂടി. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുകയുണ്ടായിട്ടുണ്ട്, എനിക്ക് ഈ മസ്ജിദിന്റെ മുമ്പിൽ ഇനിയൊരു കച്ചവടം ലഭിക്കുകയും 5 നേരം ജമാഅത്ത് നിസ്കരിക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയും കൂടി ചെയ്താൽ പോലും എനിക്കത് വേണ്ട, എനിക്ക് ഇബാദത്ത് മതി. അദ്ദേഹത്തിന് ഇബാദത്തും
അതുപോലെ കച്ചവടവും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, ഇബാദത്തിന്റെ ലദ്ദത്ത് നഷ്ടപ്പെടുന്നു എന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് തെരഞ്ഞെടുത്തത്. അദ്ദേഹം പറയുന്നുണ്ട് കച്ചവടം തെറ്റായതുകൊണ്ട് പറയല്ല, അദ്ദേഹത്തിന് അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പത്നിയാണ് ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ. അവർ തന്റെ ഭർത്താവിനെ പോലെ തന്നെ വളരെയധികം ദീന് പഠിച്ചിട്ടുള്ള ആലിമത്തായിട്ടുള്ള പണ്ഡിതയായിട്ടുള്ള സഹാബി വനിതയാണ് ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ. അപ്പോ അതുകൊണ്ടാണ് ഉമ്മു ദർദ റളിയല്ലാഹു അൻഹയോട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പുരുഷന്മാർ പോലും അറക്കപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ പുരുഷന്മാർ പോലും ഉമ്മു ദർദ റളിയല്ലാഹു അൻഹയോട് ദീനിന്റെ വിഷയങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയോടൊക്കെ ചോദിക്കുന്ന പോലെ പല മസ്അലകളും അതുപോലെ പല നസീഹത്തുകളും ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ചോദിച്ചു, ഇന്നി ലഅജിദു ഫീ ഖൽബി ദാഅൻ ലാ അജിദു ലഹു ദവാഅൻ. ഞാൻ എന്റെ ഖൽബിൽ ഒരു രോഗം എനിക്ക് ബാധിച്ചിട്ടുണ്ട്, അതിനൊരു മരുന്നും ഞാൻ കണ്ടെത്തുന്നില്ല. എന്റെ കൽബിൽ എനിക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്, എനിക്ക് അതിനൊരു മരുന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു, അജിദു ഖസ്വതൻ ശദീദതൻ. എനിക്ക് ശക്തമായ കാഠിന്യം തോന്നുന്നു കൽബിൽ. പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. തിന്മകളുടെ ആധിക്യം കൊണ്ടും അശ്രദ്ധ കൊണ്ടും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റുന്നത് കൊണ്ടും ഖുർആനുമായിട്ടുള്ള ബന്ധം കുറയുന്നത് കൊണ്ടും എല്ലാം സംഭവിക്കുന്ന കാര്യമാണ് ഖസ്വത്തുൽ ഖൽബ്. അപ്പോ ഇദ്ദേഹം വന്ന് പറയാണ്, എന്റെ കൽബിൽ വളരെ കടുത്ത ഒരു ഖസ്വത്ത്, കാഠിന്യം എനിക്ക് തോന്നുന്നു. വഅമലൻ ബഈദൻ, വിദൂരമായ പ്രതീക്ഷകളും എനിക്ക് തോന്നുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്, ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്ക് ഇനിയും കിട്ടാനുണ്ട് എന്ന നിലക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ഫഖാലത്ത്, അപ്പൊ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇത്തലി ഫിൽ ഖുബൂർ, നീ ഖുബൂറുകൾ സന്ദർശിക്കുക, ഖബറുകൾ അതിലേക്ക് നീ നോക്കുക, നീ സന്ദർശിക്കുക. വഹ്ദുൽ ജനായിസ്, ജനാസയിൽ പങ്കെടുക്കുക. അഥവാ ഒരു മയ്യത്ത് അതിനെ കുളിപ്പിക്കുന്നത് തൊട്ട് അതിനെ മറമാടുന്നത്, മയ്യത്ത് നിസ്കാരം, ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നീ സന്നിഹിതനാവുക. വശാഹിദിൽ മൗത, അതുപോലെ തന്നെ മരണമടുത്തിട്ടുള്ള ആളുകൾ അവരുടെ അടുക്കൽ നീ ചെല്ലുക. മരണമടുത്തിട്ടുള്ള പ്രായാധിക്യത്തിലുള്ള ആളുകളുടെ അടുക്കൽ നീ ചെല്ലുക. ഫഅസാക അൻ തുക്ഫ, നിനക്ക് അത് മതിയായതാകും, നിനക്കത് മതിയായതാകും. പലപ്പോഴും നമുക്കെല്ലാം സംഭവിക്കുന്ന കാര്യമാണ് ഖസ്വത്തുൽ ഖൽബ് എന്നുള്ളത്. അത് ഖൽബിന് ബാധിക്കുന്ന രോഗമാണ്. പല കാരണങ്ങളും ഉണ്ടാകാം, ശഹ്വത്തുകൾ ഉണ്ടാകാം, ശുഭത്തുകൾ ഉണ്ടാവാൻ, പല കാരണങ്ങൾ കൊണ്ട് ഖസ്വത്തുൽ ഖൽബ് സംഭവിക്കാം. അപ്പൊ എന്താണ് അതിനൊരു പരിഹാരം? ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഈ സഹാബി വനിത, പണ്ഡിതയായിട്ടുള്ള, ഖുർആനിലും ഹദീസിലും പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതന്റെ ഭാര്യയായി ജീവിച്ചിട്ടുള്ള ഈ സഹാബി വനിത ഉപദേശിക്കുന്നത്. മറഞ്ഞ കാര്യങ്ങളെല്ലാം മരണവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് ഖബർ, മരണത്തിന് ശേഷം അഥവാ പരലോകത്തിന്റെ ആദ്യ തുടക്കമായിട്ടുള്ള ഖബർ സന്ദർശിക്കുക എന്നുള്ളത്. തീർച്ച ഖബറിനെ സന്ദർശിക്കുകയും ആ ഖബറിനെ കുറിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിന്റെ നിരർത്ഥകത അല്ലെങ്കിൽ സ്വന്തത്തിന്റെ അവസ്ഥ ബോധ്യപ്പെടും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഖബർ കാണുമ്പോൾ അതിനടുത്ത് പോയിരുന്നിട്ട് കരഞ്ഞു പറയാറുണ്ട്, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, എന്റെ സഹോദരങ്ങളെ ഇതുപോലെയുള്ള ഒന്നിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. കാരണം ഖബർ പരലോകത്തെ കുറിച്ച് ധാരാളം ഓർമ്മിപ്പിക്കും. അതുപോലെ ജനാസയിൽ പങ്കെടുക്കുക എന്നുള്ളത്. കാരണം ജനാസ എന്ന് പറഞ്ഞാൽ നമ്മെ പോലെ ശരീരവും റൂഹുമായിട്ട്, കാതും കേൾവിയും കാഴ്ചയും എല്ലാമായിട്ട് ദുനിയാവിൽ ജീവിച്ചൊരു വ്യക്തി ചലനമറ്റ് കിടക്കുന്ന ഒരവസ്ഥയാണ്. മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ നമ്മൾ പങ്കെടുക്കണം. അതിന് നമ്മൾ പഠിക്കാനെങ്കിലും അതിന്റെ അടുത്ത് അതിന് പോയി നിന്ന് അറിയുന്ന ആളുകൾ ഉണ്ടാവും, അറിയാത്തവരാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയില്ല നിൽക്കണം. നമ്മൾ സ്വയം ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു കാര്യമാണ്. നാളെ നമ്മൾ ഇതുപോലെ കടക്കുന്നുള്ളത്. നമ്മളെപ്പോലെ ഓടിക്കളിച്ച് ആരോഗ്യമുണ്ടായിരുന്ന ആളുകൾ പലപ്പോഴും ചലനമറ്റ് കിടക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ യുവാക്കളായിരിക്കും, ചിലപ്പോൾ 25 വയസ്സുള്ള അല്ലെങ്കിൽ 26 28 വയസ്സുള്ള നല്ല ആരോഗ്യമുള്ള ആളുകളുടെ മയ്യത്ത്, അതെല്ലാം കുളിപ്പിക്കാൻ അതിലെന്താണ് നമുക്ക് സഹായം ചെയ്യാൻ പറ്റുക? ആദ്യം അറിയാത്തവരാണെങ്കിൽ ഒന്ന് വെള്ളം എടുത്തു കൊടുക്കാനായിരിക്കും, പിന്നെ കുളിപ്പിക്കാനായിരിക്കും. അതിനൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ, അതുപോലെ ഖബർ കഫൻ ചെയ്യുന്നതിലാവട്ടെ, അത് മറമാടുന്നതിലാവട്ടെ, മയ്യത്ത് നിസ്കരിക്കുമ്പോഴാകട്ടെ, അതിലെല്ലാം പങ്കെടുക്കുന്നത് നമ്മെ നമ്മുടെ മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും. തീർച്ചയായിട്ടും ഖൽബിന്റെ ഖസ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അടിസ്ഥാനം ദുനിയാവിനോടുള്ള ഹബ്ബാണ്. അപ്പൊ അത് ഒഴിവാകും. മൂന്നാമത്തേത് പറഞ്ഞു, വശാഹിദുൽ മൗത, മരണം അടുത്തവരെ സന്ദർശിക്കുക എന്നത്. കാരണം അവർക്കിനി അടുത്തതായിട്ട് നാളെ എന്ന് പറയാനൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. അങ്ങേയറ്റം മരണം അടുത്തു എന്ന് ഉറപ്പുള്ള പല ആളുകളും ഉണ്ടാവും. അപ്പൊ അവരെ കാണുമ്പോൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണ്? മരണമാണ്.
ഇതുപോലൊരു ദിവസം എനിക്കും വന്നേക്കാം എന്നുള്ള ഓർമ്മയാണ് നമുക്കുണ്ടാവുക. അത് എന്നിട്ട് അവർ പറഞ്ഞു ഫഅസാകൻ തുക്ഫ, ഇത് നിനക്ക് ഖൽബിന്റെ ഖസ്വത്തിന് മരുന്നായിക്കൊണ്ട് ചികിത്സയായിക്കൊണ്ട് ഇത് മതിയാകും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വകാന യഖൂൽ, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞ മറ്റൊരു വാക്ക്, ബുജിദ ഫീ ഹജരിൻ മക്തൂബുൻ, ഒരു കല്ലിൽ എഴുതപ്പെട്ടതായിട്ട് കാണപ്പെട്ടു. അഥവാ ഒരു കല്ലിൽ ഒരു വാക്കുകൾ എഴുതിയപ്പെട്ടതുപോലെ കാണപ്പെട്ട ഒരു വാക്ക് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇബ്ന ആദം, എ മനുഷ്യ, ഇന്നക ലൗ റഅയ്ത ഖലീല മാ ബഖിയ മിൻ അജ്ലിക്, നിന്റെ ആയുസ്സിൽ എത്രയാണ് ബാക്കിയുള്ളത്, എത്ര കുറവാണ് ബാക്കിയുള്ളത് എന്ന് നീ മനസ്സിലാക്കുകയാണെങ്കിൽ, നീ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ, ലസഹിദ്ത ഫീമാ തർജൂഹു മിൻ അമലിക്, നിന്റെ പ്രതീക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നീ ആഗ്രഹിക്കുന്നത് അതിനോട് നിനക്ക് വിരക്തി തോന്നുമായിരുന്നു. പല ആഗ്രഹങ്ങളും പല ആളുകൾക്കും ഉണ്ടാവാം. ദുനിയാവിൽ പല നേട്ടങ്ങളും ഉണ്ടാവണം. അത് സ്ഥാനമാവാം, പേരാവാം, സമ്പത്താവാം, കെട്ടിടങ്ങളാവാം, വാഹനങ്ങളാകാം, പല പ്രതീക്ഷകളും ഉണ്ടാവാം. പക്ഷെ ഇനി ആയുസ്സിൽ എത്ര ബാക്കിയുണ്ട് എന്ന് നീ ശരിക്കൊന്ന് ഉറ്റാലോചിച്ചാൽ നിനക്ക് മനസ്സിലാകും അതിനോടുള്ള വിരക്തിയാണ് പിന്നെ നിനക്ക് ഉണ്ടാവുക. വല റഗിബ്ത ഫീ സിയാദതി മിൻ അമലിക്, അത് നിനക്ക് നിന്റെ പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അതിയായ താല്പര്യവും നിനക്കുണ്ടാക്കി തരും. വല ഖസ്സർത മിൻ ഹിർസിക വഹിയലിക്, നിന്റെ ആർത്തിയോടും അതുപോലെ നിന്റെ ചിന്തകൾ അതിനോടുള്ള താല്പര്യവുമെല്ലാം അത് കുറച്ചു കളയും. വഇന്നമാ യൽഖാക ഗദൻ നദമുക്, തീർച്ചയായിട്ടും നിന്നെ നാളെ നിന്റെ ഖേദം കണ്ടെത്തുന്നതാണ്. നിന്റെ ഖേദം നിന്നെ കണ്ടുമുട്ടുന്നതാണ്. അഥവാ ദുനിയാവിൽ ഈ ഒരു ചിന്തയില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അതിന്റെ ഖേദം, അതിന്റെ പേരിലുള്ള ഖേദം നാളെ കണ്ടുമുട്ടും, നിനക്ക് അനുഭവിക്കേണ്ടി വരും. ലൗ ഖദ് സല്ലത് ബിക ഖദമുക്, അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. നിന്റെ കാലടി തെറ്റിപ്പോയിട്ടുണ്ട്, അഥവാ നിനക്ക് നേരെ നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരിക്കും. വാസ്ലമക റഹ്തുക വഹശമുക് വതബറഅ മിൻകൽ ഖരീബ്, നിന്റെ കുടുംബക്കാരും അതുപോലെ നിന്റെ കൂട്ടുകാരും നിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ ഒഴിവാക്കി പോയിട്ടുണ്ടാകും. വൻസറഫ അൻകൽ ഹബീബ്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി നീ കാണുന്ന, നീ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾ വരെ നിന്നിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാകും. വസിർത തുദ്ആ ഫലാ തുജീബ്, നീ വിളിക്കുന്നുണ്ടാകും, നീ വിളിക്കുന്ന അല്ലെങ്കിൽ നിന്നോട് നീ വിളിച്ചു തേടുന്നുണ്ടാവും, പക്ഷെ നിനക്ക് ആരും മറുപടി തരാനും ഉണ്ടാവുകയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു യാഥാർത്ഥ്യം, പലപ്പോഴും നാം എല്ലാവരും മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യം. ദുനിയാവിൽ നമുക്ക് പല ബന്ധങ്ങളും ഉണ്ടാകും, പല നേട്ടങ്ങളും ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ വസ്തുക്കൾ ഉണ്ടാകും. പക്ഷെ യഥാർത്ഥത്തിൽ ഇതെല്ലാം നഷ്ടപ്പെടുന്ന, ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് പരലോകത്തുണ്ടാവുക. നമ്മളിപ്പോ ഇവിടെ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മെ സഹായിക്കാൻ ആളുകൾ, നമ്മെ പിന്താങ്ങാൻ ആളുകൾ, അങ്ങനെ പലതരത്തിലുണ്ടാകും. എന്നാൽ പരലോകത്ത് ആരാ ഉണ്ടാവുക? ഒരാളുണ്ടാവില്ല. ഒരു ഉപ്പാക്ക് മകനെ ആവശ്യം ഉണ്ടാവില്ല, ഒരു മകന് വാപ്പാനെ ആവശ്യം ഉണ്ടാവില്ല. സ്വന്തം പാല് കുടിക്കുന്ന കുഞ്ഞാണെങ്കിൽ പോലും ആ ഉമ്മ ആ കുഞ്ഞിനെ അള്ളാഹുവിന് മുമ്പിൽ നൽകിയിട്ട് ഈ കുട്ടിയെ നരകത്തിൽ എറിഞ്ഞിട്ടാണെങ്കിലും എന്റെ തടി രക്ഷിക്കണമേ എന്ന് പറയുന്ന അത്ര ഭയാനകമായ ഒരവസ്ഥയാണ് പരലോകം. അപ്പൊ അവിടെ ആരും ഒപ്പം ഉണ്ടാവില്ല. അപ്പൊ ആയുസ്സിൽ എത്രയാണ് ബാക്കിയുള്ളത് എന്ന് നാം എപ്പോഴും ചിന്തിക്കുക. അദ്ദേഹം പറയുമായിരുന്നു, മസലുൽ ഉലമാഇ ഫിൽ ജുഹാൽ മസലുൽ അതിബ്ബാഇ ഫിൽ മർള. അതിനു മുമ്പ് അദ്ദേഹം പറയാറുണ്ട്, ഇന്ന റജുലൻ ലൈസ ബൈനഹു വബൈന ആദം ഇല്ലാ അബുൻ മയ്യിതുൻ ലമുഅദിഖുൻ ഫിൽ മൗതാ. ഒരു മനുഷ്യന്റെയും ആദം നബിയുടെയും ഇടയിൽ അവന്റെ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ മരണത്തിലായി പോയ ഉപ്പമാരല്ലാതെ മറ്റാരുമില്ല എന്നുള്ളത്. അഥവാ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്കാണ്. നമ്മുടെ പൂർവികന്മാരെല്ലാം എന്തായിട്ടുണ്ട്? മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാം നമ്മുടെ ഇടയിലുള്ള ഉപ്പമാർ മരണപ്പെട്ടു എന്നുള്ളതാണ് ആദം നബിയും നമ്മയും ബന്ധിപ്പിക്കുന്ന കാര്യം. നമ്മുടെ എല്ലാ ഉപ്പമാരും മരണപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ ഒന്ന് നമുക്കും തീർച്ചയായിട്ട് വന്നെത്തും. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, മസലുൽ ഉലമാഇ ഫിൽ ജുഹാൽ മസലുൽ അതിബ്ബാഇ ഫിൽ മർള. ജാഹിലികൾക്കിടയിൽ, ജാഹിലുകളും അതുപോലെ തന്നെ ഉലമാക്കളും തമ്മിലുള്ള ഒരു ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുപോലെയാണ്? രോഗികളും വൈദ്യന്മാരും പോലെയാണ്. അഥവാ ജഹിലിലായവർക്ക് അവരെ ഉത്ബോധിപ്പിക്കാനും അവർക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാനുള്ള ആളുകൾ ആരാണ്? ഉലമാക്കളാണ്. അതുപോലെ തന്നെ രോഗികളെ ചികിത്സിക്കാരാണ്? അത്തിബ്ബാകളാണ്, വൈദ്യന്മാരാണ്. അപ്പോ രോഗികൾക്ക് ശരീരത്തിന് രോഗം വന്നാൽ വൈദ്യന്മാരെ പോലെയാണ് ഖൽബിന് ബാധിക്കുന്ന രോഗങ്ങൾ, അഥവാ ഷിർക്കോ ബിദ്അത്തോ കുഫ്റോ മഅസിയത്തുകളോ ഫുസൂഖോ ആയിട്ടുള്ള ഖൽബിനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ദീനിയായിട്ടുള്ള രോഗങ്ങൾ, ജഹ്ല്,
അതിനുള്ള ചികിത്സകന്മാർ, വൈദ്യന്മാർ ആരാണ്? ഉലമാക്കളാണ്. അപ്പൊ ഇൽമു നേടുന്നതിന്റെ ഫضല് നമ്മെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണത്. അദ്ദേഹം പറഞ്ഞു, വസമി അൽ ഹസൻ അൽ ഹജ്ജാജ് യഖ്തുബു അലാ മിംബറിൽ ബസ്റ. ഒരിക്കൽ ഹജ്ജാജ് ഹസൻ ബസ്രി റഹിമഹുള്ളയുടെ കാലത്ത് ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അക്രമിയായ ഭരണാധികാരിയായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള, അക്രമം വരുത്തി വെച്ചിട്ടുള്ള, അനീതി നടപ്പിലാക്കിയിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ് എന്ന് പറയുന്നത്. അദ്ദേഹം മരണപ്പെടുന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാം. ഹസൻ ബസ്രി റഹിമഹുള്ളയെ പിടികൂടാൻ മറ്റോ വരുമ്പോൾ ഹസൻ ബസ്രി റഹിമഹുള്ള ദുആ ചെയ്യുകയും അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിൽ രക്ഷിക്കണമെന്ന് ദുആ ചെയ്യുകയും അദ്ദേഹം ഹജ്ജാജ് മരണപ്പെടുകയും ചെയ്തു എന്ന് കാണാം. ഇവിടെ അതല്ല വിഷയം. ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുള്ള ഹജ്ജാജ് ഖുതുബ നിർവഹിക്കുമ്പോ മസ്ജിദിലുണ്ട്. കാരണം അന്ന് ഭരണാധികാരി അമീർമാരാണ് എന്ത് ചെയ്യുക, ആ നാട്ടിലെ മസ്ജിദിൽ ഖുതുബ നിർവഹിക്കുക. അപ്പോ ഹജ്ജാജ് ബസ്രയിൽ എത്തിയ സമയത്ത് അവിടെ ഖുതുബ നിർവഹിക്കുന്നത് ഹജ്ജാജാണ്. അപ്പൊ ഹസൻ ബസ്രി റഹിമഹുള്ള അവിടെ ആ മസ്ജിദിലുണ്ട്. വയഖൂൽ, അപ്പൊ ഹജ്ജാജ് ഖുതുബയിൽ പറഞ്ഞു, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നല്ലാഹ തബാറക വതആല കതബ അല ദുനിയ അൽ ഫനാ. അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിന്റെ മേലെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അൽ ഫനാ, നശിക്കുമെന്നുള്ളത്. അതിന് സ്ഥിരതയില്ല, അത് നശിക്കാനുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. വഅലൽ ആഖിറതി അൽ ബുഖാ, പരലോകത്തിന്റെ മേൽ എന്തു രേഖപ്പെടുത്തിയിട്ടുണ്ട്? നിലനിൽക്കുന്ന, ബാക്കിയാകുന്ന ഒരു കാര്യമാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫലാ യഗുറന്നകും ഷാഹിദുദ് ദുനിയാ അലാ ഗായിബിൽ ആഖിറ. ഇന്ന് കാണുന്ന ഈ ദുനിയാവ്, നിനക്ക് ഇന്ന് കാണാൻ സാധിക്കുന്ന, നിന്റെ മുമ്പിൽ ഷാഹിദായിട്ടുള്ള ഈ ദുനിയാവ് മറഞ്ഞു നിൽക്കുന്ന പരലോകത്തിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. അധിക ആളുകളും വഞ്ചിതരായിട്ടുള്ള ഈ ഒരു കാര്യത്തിന്റെ പേരെയാണ്. അവർക്ക് ദുനിയാവ് എന്താകുന്നുണ്ട്? അവരുടെ ഹിസ്സിയായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ദുനിയാവിന്റെ ആസ്വാദനങ്ങളും ദുനിയാവിന്റെ അവസ്ഥയും. എന്നാൽ ഗായിബായിട്ടുള്ള പരലോകം എന്താണ്? ഗൈബാണ്. അതവൻ ചിന്തിച്ച് മനസ്സിലാക്കി വിശ്വസിക്കേണ്ട കാര്യമാണ്. പല ആളുകളുടെയും ചോദ്യം, പ്രത്യേകിച്ച് ഇൽഹാദ് നിരീശ്വരവാദികളുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്, ഈ കാണുന്ന ഈ ലോകം മുന്നിലിരിക്കെ എങ്ങനെയാണ് കാണാത്ത പരലോകത്തിന്റെ മേലെ അതിനുവേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ശുദ്ധമായ വിഡ്ഢിത്താണ് ആ വാക്ക്. കാരണം ഈ ലോകത്ത് അവന് യാതൊരു ഉറപ്പുമില്ല. അടുത്ത നിമിഷത്തിൽ അവന് മാരകമായ ഒരു രോഗം ബാധിക്കുമെന്നോ അടുത്ത നിമിഷത്തിൽ അവൻ മരിക്കുമെന്നോ ഒന്നും അവന് ഉറപ്പില്ല. എന്നാൽ അവന് ദൃഢമായിട്ടുള്ള കാര്യം എന്താണ്? അവൻ ഒരു ദിവസം എന്തായാലും മരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ പരലോകത്തിന്റെ തുടക്കമാണ്. പരലോകമാണ് ഉറപ്പായിട്ടുള്ള കാര്യം. പക്ഷേ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നത് ഇന്ന് ദുനിയാവാണെന്ന് മാത്രം. അപ്പൊ ദുനിയാവ് നിന്നെ ഗായിബായിട്ടുള്ള പരലോകത്തിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ, കബളിപ്പിക്കാതിരിക്കട്ടെ. നിന്റെ വിദൂരമായ പ്രതീക്ഷകളെ, നിന്റെ കുറഞ്ഞ ആയുസ് കൊണ്ട് നീ അതിനെ കീഴ്പ്പെടുത്തണം. അഥവാ നിനക്ക് വിദൂരമായ പ്രതീക്ഷയല്ല ഉണ്ടാവേണ്ടത്. നിനക്ക് കുറഞ്ഞ ആയുസ് കുറവാണ്, മരണം അടുത്തിട്ടുണ്ട് എന്നുള്ള ചിന്തയാണ് ഉണ്ടാകേണ്ടത്. ഇത് ഹജ്ജാജ് ഖുതുബയിൽ പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഹസൻ ബസ്രി റഹിമഹുള്ള പറയുന്ന അദ്ദേഹം പറഞ്ഞു, അജബൻ ലിൽ ഹജ്ജാജ്, ഹജ്ജാജിന്റെ കാര്യം എന്ത് അത്ഭുതമാണ്. കൈഫ അറഫ മാ അറഫ, ഈ കാര്യങ്ങൾ എന്താക്കിയിട്ടുണ്ട്? മനസ്സിലാക്കിയിട്ടുണ്ട്. വസൂരിഫ അനിൽ ഹഖി ഫൻസറഫ, അവൻ എന്ത് ചെയ്തു? പക്ഷേ ഹക്കിൽ നിന്ന് തെറ്റിപ്പോവുകയും അതിൽ നിന്ന് പിരിഞ്ഞു പോവുകയുമാണ് ചെയ്തത്. കാരണം ഹജ്ജാജ് വളരെയധികം മുസ്ലിമീങ്ങളെ സമ്പത്ത് കൊള്ളയടിക്കുകയും അതുപോലെ മുസ്ലിമീങ്ങളെ വധിക്കുകയും പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ചരിത്രത്തിൽ നമുക്കറിയാം, സഹാബികൾ ജീവിക്കുന്ന കാലമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികൾ അവിടെ ഉണ്ട്. പക്ഷേ ഭരണം ആരുടെ കയ്യിലാണ്? ഹജ്ജാജിന്റെ കയ്യിലായിരുന്നു. അദ്ദേഹം വളരെയധികം അക്രമിയായിരുന്നു. അതപ്പോ ആ അക്രമിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് എന്ത് പറയുന്നത്? ദുനിയാവിന്റെ നിസ്സാരതയെ കുറിച്ച് പറയുന്നത്. അപ്പോഴാണ് ഹസൻ ബസ്രി പറയുന്നത്, എന്തൊരു അത്ഭുതമാണ്, മനസ്സിലാക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും പക്ഷേ അവൻ ഹക്കിനോട് യോജിക്കുന്നില്ല എന്നത്. ഈ ഫസ്ല് ഇവിടെ അവസാനിച്ചു, അഥവാ ദുനിയാവിന്റെ നിരർത്ഥകതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അൽ ഫസ്ലുൽ ഖാമിസ്, അഞ്ചാമത്തെ ഫസ്ലിൽ പറയുന്നത്, ഫീമാ ഔറദഹു അലാ ജിഹത്തിൽ ഇസ്തിഗ്ഫാരി വദുആ വനഹി അനി തസന്നുഇ വദിയാ, അദ്ദേഹത്തിന്റെ ദുആകളും ഇസ്തിഗ്ഫാറുകളും അതുപോലെ റിയായിന്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ ഫസ്ലിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഫസ്ലിൽ അദ്ദേഹത്തിന്റെ പല ദുആഇന്റെ ലഫ്ളുകളാണ്
അത് കൂടുതൽ വായിക്കുന്നത് കൊണ്ട് വലിയൊരു ഫായദ മനസ്സിലാക്കുന്നില്ല. കാരണം ദുആ എന്നുള്ളത് ഏറ്റവും ഉത്തമം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ലഫ്ളുകളാണ്. എന്നാൽ ഒരാൾക്ക് അല്ലാത്ത രീതിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാം. അവന്റെ വാക്കുകൾ കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തി, ദീനിൽ അംഗീകരിക്കപ്പെട്ട രീതിയിൽ അള്ളാഹുവിനെ വാഴ്ത്തിയും പുകഴ്ത്തിയും അവന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം, ഏത് ഭാഷയിലും ചോദിക്കാം. പക്ഷേ ഉത്തരം ചെയ്യപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദുആകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദുആകൾ ഒന്ന് രണ്ടെണ്ണം ചില പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒന്ന് രണ്ട് വാക്കുകൾ വായിക്കുന്നുണ്ട്, മുഴുവനായിട്ട് നമ്മൾ വായിക്കുന്നില്ല. വകാന ഇദാ അറള ലഹു ഹമ്മുൻ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ബാധിച്ചാൽ, വസാബഹു കർബുൻ, അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്താ വ്യാകുലതകൾ അദ്ദേഹത്തിന് ബാധിച്ചാൽ അദ്ദേഹം പറയുമായിരുന്നു, ദുആ ചെയ്യുമായിരുന്നു, യാ ഹാബിസ യദി ഇബ്രാഹിം അൻ ദബിഹി ഇബ്നിഹി വഹുമാ യതനാജിയാൻ. ആ പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകനെ അറുക്കുന്ന സമയത്ത് അതിൽ നിന്ന് തടഞ്ഞവനെ അഥവാ അത് ഒഴിവാക്കിയവനെ. ഫയഖൂൽ, പിന്നെ അവർ പരസ്പരം സംസാരിക്കുകയായിരുന്നു ആ സമയത്ത്. ഫയഖൂൽ ഇബ്നുഹു, പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനോട് പറഞ്ഞിരുന്നു, ഉർഫുഖ് യാ അബത്, അഫ്വൻ, പിന്നെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാം ഉപ്പയോട് പറഞ്ഞിരുന്നു, ഉർഫുഖ് യാ അബത്, ഉപ്പ റിഫ്ഖ് കാണിക്കണം. വയഖൂൽ ഇബ്രാഹിം, ഇബ്രാഹിം നബി പറഞ്ഞിരുന്നു, ഉസ്ബിർ ലി അംരി റബ്ബിന യാ ബുനയ്യ, നമ്മുടെ റബ്ബിന്റെ കൽപ്പനയോട് നമുക്ക് ക്ഷമയോട് കൂടി ചെയ്യാം മോനെ എന്ന് ഇബ്രാഹിം നബിയും പറഞ്ഞിരുന്നു. ആ സന്ദർഭത്തിൽ ആ ഉപ്പാന്റെ അറക്കുന്നതിൽ നിന്ന് രക്ഷിച്ചവനായ റബ്ബേ, യാ മുഖയ്യിറൽ റക്ബി ലിയൂസുഫ ഫിൽ അർളിൽ ഖഫരി വഗയാബാതിൽ ജുബ്, ആ വിജനമായ ആ കാട്ടിൽ ആ പൊട്ടക്കിണറ്റിലേക്ക് യാത്രാ സംഘത്തെ എത്തിച്ചവനെ, തീരുമാനിച്ചവനെ. അതായത് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമുക്കറിയാം. അവിടെ ഏറ്റവും ഞെരുക്കമുള്ള ഇതൊക്കെ എന്താണ്? അദ്ദേഹം മാനസികമായി ഞെരുക്കൻ അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹം ദുആ ചെയ്യാണ്. അപ്പൊ ഇബ്രാഹിം നബിക്ക് ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്ന സമയമായിരിക്കുന്നത് സ്വന്തം മകനെ അറക്കുക എന്നുള്ളത്. അതപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം ഏറ്റവും അധികം ഒറ്റപ്പെട്ടൊരു സമയമാണെന്ത്? ആ പൊട്ടക്കിണറ്റിൽ ഒറ്റക്കായ സന്ദർഭത്തിൽ. അപ്പൊ അവിടെ യാത്രക്കാരെ കൊണ്ടുവന്ന് എത്തിച്ചവനെ, വജാഇലഹു ബഅദൽ ഉബൂദിയ്യതി മലിക്കൻ, ഒരു അടിമയായിരുന്നതിന് ശേഷം യൂസുഫ് നബിയെ രാജാവാക്കിയവനെ, യാ സാമി ഹംസി ദിന്നൂൻ ഫീ ഗുലുമാത്തിൻ സലാസ്, മൂന്ന് ഇരുട്ടുകളിലായിരുന്നപ്പോഴും യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ, ദുന്നൂൻ എന്ന് പറഞ്ഞാൽ യൂനുസ് നബി അലൈഹി ഇസ്ലാം, ആ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ശബ്ദം കേട്ടവനെ, മീനിന്റെ വയറ്റിലും അതുപോലെ കടലിന് നടുവിലും രാത്രിയുടെ ഇരുട്ടിലുമെല്ലാമായിട്ട് ദുആ ചെയ്തത്. യാ റാദ ബസ്രി യഖൂബ് അലൈഹി വജാഇല ഹുസ്നിഹി ഫർഹ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കാഴ്ച തിരിച്ചു നൽകിയവനെ, അദ്ദേഹത്തിന്റെ ദുഃഖം സന്തോഷമാക്കിയവനെ, യാ റാഹിമ അബ്റതി ദാവൂദ്, ദാവൂദിന്റെ കണ്ണീരിനോട് കാരുണ്യം കാണിച്ചവനെ, വകാശിഫ ദുരി അയ്യൂബ്, അയ്യൂബിന്റെ ഞെരുക്കം അഥവാ രോഗം അത് മാറ്റിക്കൊടുത്തവനെ, യാ മൻ യുജീബു ദഅവതൽ മുൽതർ ഇദാ ദഅ, ഒരു ഞെരുക്കം അനുഭവിക്കുന്ന ദുആ ചെയ്താൽ ഉത്തരം ചെയ്യുന്നവനെ, വയുഗീസു മൻ ഇസ്തിഗാസ ബിഹി വറജാ, പ്രതീക്ഷ വെച്ചുകൊണ്ട് നിന്നോട് സഹായം തേടിയാൽ സഹായം നൽകുന്നവനെ, യാ മൻ ലാ യുഅബദു റബ്ബുൻ സിവാഹ്, ഇബാദത്ത് ചെയ്യപ്പെടാൻ നീയല്ലാതെ റബ്ബില്ലാത്തവനെ, യാ ആലിമൻ നജ്വ, രഹസ്യങ്ങൾ അറിയുന്നവനെ, വകാശിഫൽ ബൽവ, പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനെ, അസ്അലുക അൻ തുസല്ലി അലാ നബിയിക്കൽ മുസ്തഫ, ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്റെ നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വലാത്ത് ചെയ്യാൻ, വഅബ്ദിക്കൽ മുർതവ, നീ തൃപ്തിപ്പെടുന്ന പിന്നെ നിന്റെ അടിമ, വ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വ അൻ തക്ഫിയനി മാ അഹമ്മനി. ഇത് ആദ്യത്തെ ഒരു മര്യാദയാണ്. അള്ളാഹുവിനെ ഒരു ദുആ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് എന്താണ്? ദുആന്റെ അദബിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്. പല ആളുകളും ദുആ ചെയ്യുമ്പോൾ എന്താണ് ആവശ്യം അതോട് പറയാ, എന്താണ് ആവശ്യം അതോട് പറയാ, ആ ഒരു രീതിയാണ്. അങ്ങനെയല്ല, നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൽക്കർമ്മം ചെയ്യാം. ഒന്നുകിൽ 2 റക്അത്ത് നിസ്കരിക്കാം, ഖുർആൻ പാരായണം ചെയ്യാം, സ്വതക്ക നൽകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാം ഒരു അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനും, എന്നിട്ട് അത് മുൻനിർത്തി അള്ളാഹുവിനോട് തേടാം. അതല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട, ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ വേണ്ട കാര്യമാണ് അള്ളാഹുവിനെ അതിയായി വാഴ്ത്തുകയും പുകഴ്ത്തുകയും വേണം. ആ വാക്കുകളാണത്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള നബിമാർക്ക് അള്ളാഹു തആല തുറവി നൽകിയ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തിയും പുകഴ്ത്തിയുമാണ് തുടങ്ങിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലാൻ ആ സ്വലാത്തും ചൊല്ലി, എന്നിട്ടാണ് തന്റെ ആവശ്യം പറയുന്നത്, വ അൻ തക്ഫിയനി മാ അഹമ്മനി, നീ എനിക്ക്
എനിക്കെന്താണോ ഈ ഞെരുക്കം ബാധിച്ചിട്ടുള്ളത് അതിൽ നിന്ന് എന്നെ നീ മതിയാവനാക്കണം. വതുഫർരിജ കർബി, എന്റെ ഞെരുക്കത്തിൽ നിന്ന് എനിക്ക് തുറവി നൽകണം. യാ ഖൈറ മൻ സുഇല, ചോദിക്കപ്പെടുന്നതിൽ ഏറ്റവും ഉത്തമനായവനെ. വഅഫ്ളല മൻ റുജിയ, പ്രതീക്ഷിക്കപ്പെടുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനായവനെ. വഅർഹമ മൻ ഇസ്തുർഹിമ, കാരുണ്യം തേടപ്പെടുന്നതിൽ ഏറ്റവും കാരുണ്യം ചൊരിയുന്നവനെ. ഇഫ്അൽ ബി മിനൽ ഖൈരി മാ അൻത അഹ്ലു, എന്നെ കൊണ്ട് നീ ഖൈർ പ്രവർത്തിക്കണമേ, നീ അതിന്റെ ഖൈറിന്റെ ആള് നീയാ. യാ അർഹമർ റഹീമീൻ വഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ള ദുആ. ഇത് അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹം ദുആ ചെയ്തിരുന്ന ചില ലഫ്ളുകൾ പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു ദുആ ഒരുപാടുണ്ട്, നമ്മൾ അധികം ഒഴിവാക്കുകയാണ്. മറ്റൊരു ദുആ വകാന യഖൂൽ ഇദാ മരിള, അദ്ദേഹം രോഗം ബാധിച്ചാൽ അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽനി മിമ്മൻ ഇദാ മരിള നദിമ, അല്ലാഹുവേ എന്നെ ഉൾപ്പെടുത്തരുത്, രോഗം വന്നാൽ അതിൽ അതിയായി ഖേദിക്കുന്ന, അതിനെ പറ്റി പരാതി പറഞ്ഞിരുന്ന അങ്ങനത്തെ ഒരാളിൽ എന്നെ നീ ഉൾപ്പെടുത്തരുത്. വൈദാ ശുഫിയ ഫുതിന, നീ രോഗം ശിഫ ആയാലോ പല പരീക്ഷിക്കപ്പെടുന്ന ആളായിട്ട് എന്നെ മാറ്റരുത്. വൈദഫ്തഖറ ഹസിന, ദാരിദ്ര്യം വന്നാൽ ദുഃഖിക്കുന്നവനായി എന്നെ മാറ്റരുത്. വഖ്ഫിനി അല്ലാഹുമ്മ കിഫായത മൻ ഇസ്തഗ്ഫാക, നിന്നിൽ നിന്ന് മതിയാകുന്ന രീതിയിൽ എനിക്ക് നീ മതിയാക്കി തരണമേ. വആഫിനി ആഫിയത മൻ ഇസ്തഅഫാക, നിന്നോട് ആഫിയത്ത് തേടി നീ ആഫിയത്ത് നൽകുന്നത് കൊണ്ട് എനിക്ക് ആഫിയത്ത് ആക്കണമേ. വവഫ്ഫിഖ്നി അല്ലാഹുമ്മ ലിമുഹബ്ബതിക വറിദാക, നിന്റെ ഇഷ്ടത്തിനും നിന്റെ തൃപ്തിക്കും എനിക്ക് നീ തൗഫീഖ് നൽകണമേ. യാ മൻ യർഹമു മൻ ഇസ്തർഹമ, നിന്നോട് കാരുണ്യം തേടുന്നവനോട് കാരുണ്യം ചൊരിയുന്നവനെ. വയുജീബു ദുആ മൻ ദഅ, ദുആ ചെയ്താൽ ഉത്തരം ചെയ്യുന്നവനെ. അങ്ങനെയെല്ലാം ധാരാളം ദുആകൾ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ കൂടുതൽ വായിച്ചിട്ടില്ല. ഇനി ഇതിൽ തന്നെ അടുത്ത വിഷയം വരുന്നത് മാ റൂയ അൻഹു റഹിമഹുല്ലാഹ് മിൻ നഹിഹി അനി തസന്നു വദമ്മി ദിയ, ആളുകൾ കാണാൻ വേണ്ടി ഓരോ തരത്തിൽ ചെയ്യുക, അതുപോലെ തന്നെ ആളുകൾ കാണാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക, വക്രത ഉണ്ടാവുക, ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്ത് വേറൊന്ന് കാണിക്കുക, അല്ലെങ്കിൽ ആളുകൾ കാണാൻ വേണ്ടി അമലുകൾ ഒന്നുകൂടി നന്നാക്കുക, റിയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള അസറുകളാണ് വായിക്കുന്നത്. വകാന റഹിമഹുല്ലാഹു യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇബ്ന ആദം, എ മനുഷ്യ, ലാ തഅമൽ ശൈഅൻ മിനൽ ഹഖ് റിയാഅൻ, ഒരു കാര്യവും നീ റിയാ ആയിക്കൊണ്ട് ചെയ്യരുത്, ആളുകൾ കാണാൻ വേണ്ടി നീ ഒരു കർമ്മവും ചെയ്യരുത്. വലാ തത്റുഖു ഹയാഅൻ, ആളുകൾ കാണുമെന്ന ലജ്ജ കൊണ്ട് നീ ഒഴിവാക്കുകയും ചെയ്യരുത്. പലപ്പോഴും റിയാ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണിത്. ചില ആളുകൾ റിയാ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്, അതായത് വസ്വാസ് ബാധിക്കുന്ന ആളുകൾ. അവർക്ക് എന്തായിരിക്കും, അവര് ജമാഅത്ത് നിസ്കാരം പോലും ഒഴിവാക്കും. അത് കൂടിക്കഴിഞ്ഞാൽ ആളുകൾ ഞാൻ നിസ്കരിക്കുന്നത് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജമാഅത്തായിട്ടുള്ള നിസ്കാരങ്ങൾ പോലും ഒഴിവാക്കും. സുന്നത്തായത് വീടാണ് ഉത്തമം, പക്ഷേ അത്രത്തോളം റിയാവ് കൂടുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു സുന്നത്ത് മസ്ജിദിൽ വെച്ച് നിസ്കരിക്കാൻ തന്നെ സാധിക്കാതെ അവരത് ഒഴിവാക്കുന്ന അവസ്ഥ. റിയാവ് ഉണ്ടാകാൻ പാടില്ല, അത് ശിർക്കുൻ അസ്ഗറാണ്, ഗൗരവമുള്ള തെറ്റാണ്. ആളുകൾ കാണാൻ വേണ്ടി ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് യാതൊരു കർമ്മവും, അത് നിസ്കാരമായാലും ഖുർആൻ പാരായണമായാലും ദാനധർമ്മമായാലും ഒന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ ആളുകൾ കാണുമെന്ന് കരുതി ഒഴിവാക്കാനും പാടില്ല. ഇപ്പൊ നമ്മൾ നിസ്കരിക്കേണ്ട ഒന്നും, ഒരു മസ്ജിദിൽ കയറി തഹിയ്യത്ത് നിസ്കരിക്കുക, അപ്പൊ ആളുകളുണ്ട്, അപ്പൊ ആളുകൾ കാണുന്നുള്ളതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? പറ്റൂല. നമുക്ക് നല്ല രീതിയിൽ ഖുർആൻ ഓതാൻ അറിയാം, നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയും. എന്നാൽ ഇമാമത്ത് നിൽക്കുമ്പോ ഞാൻ നല്ല രീതിയിൽ പാരായണം ചെയ്ത റിയാ ആവുമെന്ന് വിചാരിച്ച് ആളുകൾ എന്താ വിചാരിക്കാന്ന് വിചാരിച്ച് മോശപ്പെട്ട രീതിയിൽ പാരായണം ചെയ്യുക. അങ്ങനെയുള്ള ഇമാമികളുണ്ട് ചില ആളുകൾ, അവർക്ക് നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ സാധിക്കും, പക്ഷേ ആളുകളുടെ മുമ്പിൽ ആളുകൾ കേൾക്കുമല്ലോ എന്നുള്ള കാരണത്താൽ മോശപ്പെട്ട രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുക. അതിന്റെ ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഇഖ്ലാസ് നിയ്യത്ത് നന്നാക്കുകയാണ് വേണ്ടത്, അള്ളാഹുവിന് വേണ്ടി മാത്രമായി ചെയ്യണം. വഖീല വഅല യൗമൻ, ഒരു ദിവസം അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫതനഫസ റജുലുൻ അസ്സുഅദാ, അപ്പോൾ ആ ഉപദേശം കേട്ട് ഒരാൾ ഇങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യബ്ന അഖി, സഹോദര, മാ അസാക അറദ്ത ബിമാ സനഅത, നീ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? നീ എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ ചെയ്തത്? ഇൻ കുൻത സ്വാദിഖൻ, നീ സത്യസന്ധനാണെങ്കിൽ, ഫഖദ് ശഹർത നഫ്സക, നീ നിന്റെ സ്വന്തത്തെ എന്ത് ചെയ്തു? ആളുകളുടെ മുമ്പിൽ ഒരു ശുഹ്റത്തായി, നിനക്ക് ആളുകളുടെ മുമ്പിൽ കാണിക്കുന്ന അവസ്ഥയായി. വൈൻ കുൻത കാദിബൻ, എന്നാ നീ ഇത് അഭിനയിച്ചതാണെങ്കിലോ, നിനക്ക് ഒരു ഈ അവസ്ഥയില്ലാതെ നീ തേങ്ങൽ അഭിനയിച്ചതാണെങ്കിലോ, ഫഖദ് അഹ്ലക്തഹ, നിന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വലഖദ് കാന അന്നാസു യജ്തഹിദൂന ഫി ദുആ,
ചില ആളുകൾ ഉണ്ടായിരുന്നു. നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ഈ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രധാന ഉദ്ദേശം ആരെയാണ്? സ്വഹാബികളെയാണ്. അവർ അവരുടെ ദുആയിൽ ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. വമാ യുസ്മഉ ലി അഹദിഹിം സൗത്തുൻ, പക്ഷെ അവരുടെ ഒരു ശബ്ദം പോലും വേറൊരാളും കേട്ടിട്ടില്ല. അഥവാ കരഞ്ഞ് ചില ആളുകൾ കരഞ്ഞ് നിലവിളിച്ച് ദുആ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പക്ഷെ അങ്ങനെയൊന്നുമില്ലാതെ തന്നെ ധാരാളം ദുആ ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. വലഖദ് കാന അർറജുലു മിമ്മൻ കാന ഖബ്ലകും യസ്തക്മിലുൽ ഖുർആൻ, എന്നാൽ നിങ്ങളുടെ മുമ്പ് സമൂഹത്തിലുണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അവർ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യും, അല്ലെങ്കിൽ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കും. ഫലാ യസ്മഉ ബിഹി ജാറുഹു, പക്ഷേ അയാളുടെ അയൽവാസി ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. അയൽവാസി കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അയാൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് അയൽവാസി പോലും കേട്ടിട്ടുണ്ടാവില്ല. വലഖദ് കാന ആഖറു യതഫഖഹു ഫിദ്ദീൻ, മറ്റു ചില ആളുകൾ ദീനിൽ വളരെയധികം ഇൽമു നേടിയിട്ടുണ്ടാകും. വലാ യത്തലിഉ അലൈഹി സ്വദീഖുഹു, അവന്റെ കൂട്ടുകാരൻ പോലും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ 2 ഹദീസ് പഠിക്കുമ്പോഴേക്കും നമ്മുടെ ഒപ്പമുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മസ്അല പഠിക്കുമ്പോഴേക്കും നമ്മുടെ ഒപ്പമുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥ. പക്ഷെ ആരും അറിയാതെ തന്നെ പഠിച്ചിരുന്ന ആളുകൾ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ളതല്ല, പക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പഠിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നില്ല. വലഖദ് ഖീല ലിബഅദിഹിം, അങ്ങനെ ചില ആളുകളോട്, മുൻപുണ്ടായിരുന്ന ചില ആളുകളോട് പറയപ്പെടുമായിരുന്നു, മാ അഖല്ല ഇൽതിഫാതക ഫീ സ്വലാതിക, നീ നിസ്കാരത്തിൽ എന്തൊരു ശ്രദ്ധയുള്ളവനാണ്, നീ തെറ്റി തിരിഞ്ഞു പോകുന്നില്ലല്ലോ. വഹ്സന ഖുശൂഅക, നിനക്ക് എന്തൊരു ഖുശൂഅാണ് നിസ്കാരത്തിൽ. അങ്ങനെ പറയപ്പെട്ടാൽ ആ പറയപ്പെട്ട വ്യക്തി പറയുമായിരുന്നു, ഫഖാല ഇബ്ന അഖി, സഹോദര, വമാ യുദ്രീക ഐന കാന ഖൽബി, നിനക്ക് എങ്ങനെ അറിയാം എന്റെ ഖൽബിന്റെ അവസ്ഥ? അതായത് ബാഹ്യമായിട്ട് നല്ല രീതിയിൽ നിസ്കരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് നല്ല ഒരു പുകഴ്ത്തി പറയുന്ന വാക്കുകൾ പറഞ്ഞാൽ അവർ തിരിച്ചു ചോദിക്കും, എന്റെ കൽബിന്റെ അവസ്ഥ എനിക്ക് എന്താ അറിയുക, ഞാൻ എത്രത്തോളം ശ്രദ്ധ ഉണ്ടായിരുന്നു എന്ന് നിനക്ക് എങ്ങനെയാണ് അറിയുക എന്ന് പറയുമായിരുന്നു. ഈ അസ്റിൽ ഉദ്ദേശിക്കുന്ന എന്താണ്? മുൻഗാമികൾ, സ്വഹാബികൾ അവരുടെ കർമ്മങ്ങളിൽ അവരുടെ ഇഖ്ലാസ് അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പലപ്പോഴും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇഖ്ലാസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പക്ഷെ അതുണ്ടാവൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോ അവർ അത്രത്തോളം അവരുടെ കർമ്മങ്ങളെ കാത്തു സംരക്ഷിച്ചിരുന്നു. വകാന യഖൂൽ, അദ്ദേഹം പറയുന്നത് കാണാം, നളറ റജാഉ ഇബ്നു ഹൈവ ഇലാ റജുലിൻ യതനാഅസു ബഅദ സുബ്ഹ്. റജാഉ ഇബ്നു ഹൈവ, അദ്ദേഹം വലിയ പണ്ഡിതനും അതുപോലെ തന്നെ ഫലസ്തീനിയായിട്ടുള്ള താബിഈങ്ങളിൽപ്പെട്ട ശ്രേഷ്ഠനായിട്ടുള്ള വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ദിവസം ഇലാ റജുലിൻ യതനാഅസു ബഅദ സുബ്ഹ്, സുബ്ഹ് നിസ്കാര ശേഷം ഉറക്കം തൂങ്ങുന്ന ഒരാളെ കണ്ടു. സുബ്ഹ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഉറക്കം തൂങ്ങുകയാണ്. അപ്പൊ അയാൾ ഈ റജാഉ ഇബ്നു ഹൈവ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇൻതബിഹ്, നീ സൂക്ഷിക്കണം, നീ ശ്രദ്ധിക്കുക എന്ന് പറയാൻ, ആഫാഖല്ലാഹ്, അല്ലാഹു നിനക്ക് ആഫിയത്ത് നൽകട്ടെ. ലാ യദുന്ന ളാന്നുൻ അന്ന ദാലിക അൻ സഹരിൻ വസലാത്തിൻ ഫയഹ്ബതു അമലുക, നീ ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നത് കണ്ടിട്ട് ആളുകൾ ചിലപ്പോൾ വിചാരിച്ചു പോകും, നീ രാത്രി മൊത്തം നിസ്കരിച്ചിട്ട് രാത്രി ഒരുപാട് നിസ്കരിച്ചുകൊണ്ട് അതിന്റെ ക്ഷീണം കാരണം ഉറക്കം തൂങ്ങുകയാണ് എന്ന് ആളുകൾ വിചാരിക്കും. അങ്ങനെ നിന്റെ അമല് അത് നിനക്കൊരു യാ ആയി തോന്നി നിന്റെ അമല് നഷ്ടപ്പെടുന്നതിനെ നീ സൂക്ഷിക്കുക എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്താൻ. കാരണം നമ്മൾക്ക് എല്ലാവർക്കും, മനുഷ്യന് പൊതുവേ ഉള്ള ഒരു കാര്യമാണ്, അവന്റെ നന്മകൾ അല്ലെങ്കിൽ അവന്റെ നേട്ടങ്ങൾ അത് മറ്റുള്ളവർ അറിയണമെന്ന് അവന് അതിയായ ആഗ്രഹമായിരിക്കും. പക്ഷേ അവന്റെ തിന്മകൾ അതവൻ പരമാവധി മറച്ചു വെക്കുകയും ചെയ്യും. അവന്റെ ന്യൂനതകൾ ആളുകൾ അറിയുന്നത് അവന് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഏതൊരു മനുഷ്യനുണ്ടാവും, ദീനല്ലെങ്കിലും മനുഷ്യന്റെ ഫിത്രത്തിയായിട്ടുള്ള ഒരു കാര്യമാണത്. ഇപ്പൊ ഒരാൾക്ക് അവന്റെ ശരീരത്തിൽ ഇപ്പൊ ഒരു ന്യൂനത ഉണ്ടെന്ന് വിചാരിക്കുക, ആ ന്യൂനത അവൻ എന്ത് ചെയ്യും? മറച്ചു വെക്കും. എന്നാൽ അവനുള്ള നേട്ടങ്ങൾ എന്താണോ അത് ആളുകളുടെ മുമ്പിൽ കാണിക്കാൻ അവൻ അതിയായി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ദീനിനകത്തും മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, തിന്മ ചെയ്യുകയാണെങ്കിൽ മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? ഒരാളും കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല എന്നെല്ലാം അവൻ ഉറപ്പിച്ചായിരിക്കും അവൻ ആ തിന്മ ചെയ്യുക. അത്രയും ഉറപ്പുണ്ടായിരിക്കും അവൻ. എന്നാൽ നന്മ ചെയ്യുകയാണെങ്കിലോ അവൻ എല്ലാവരെയും അറിയാനുള്ള വഴികൾ അവൻ തുറന്നു കൊടുക്കും. ഇപ്പൊ ഒരാൾ തിന്മ ചെയ്യുമ്പോൾ ഒരു വീടിനകത്ത് തിന്മയാണ്, അവൻ ആ റൂമിന്റെ അകത്ത് തിന്മയാണ്, ആ റൂം കുറ്റിയിടാനും ബാക്കിയുള്ളതെല്ലാം ശ്രദ്ധിക്കും. എന്നാലും ഒരു നന്മ രാത്രി ഇരുന്ന് കുറച്ച് നിസ്കരിക്കുകയാണെങ്കിൽ കുറ്റിയിടൊന്നും വേണ്ട, എന്താ ഇപ്പൊ തെറ്റൊന്നല്ലല്ലോ ചെയ്യണമെന്നാ ചിന്തിക്കുക. അവർ കണ്ടോട്ടെ, കുഴപ്പമില്ല. കാരണം അത് അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്, ആളുകൾ അറിയാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വന്നിട്ട് ഫജ്റിന് ശേഷം ഈ ഉറക്കം തോന്നുന്നത് പല കാരണം കൊണ്ടായിരിക്കാം. പക്ഷെ ആളുകൾ നീ അങ്ങനെ ചെയ്തവനാണെങ്കിൽ
നീ ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നത് കണ്ട് ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് നിന്റെ ഉള്ളിൽ ഒരു ഉജുബോ റിയാവോ തോന്നി നിന്റെ അമൽ നഷ്ടപ്പെടുന്നത് നീ സൂക്ഷിക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നിസ്കാരം, ഖിയാമുൽ ലൈലിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദാവൂദ് നബി അലൈഹി സ്വലാം നിസ്കാരം എന്താണ്? രാത്രിയുടെ പകുതി അദ്ദേഹം ഉറങ്ങും, 1/3 അദ്ദേഹം നിസ്കരിക്കും, പിന്നെയും 1/6 അദ്ദേഹം വീണ്ടും ഉറങ്ങും. ഇപ്പൊ രാത്രി ഒരു 6 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂർ അദ്ദേഹം ഉറങ്ങും, 2 മണിക്കൂർ രാത്രി നിസ്കരിക്കും, പിന്നെ 1 മണിക്കൂർ ഉറങ്ങും. അത് വിശദീകരിക്കുന്നിടത്ത് സലഫുകൾ പറഞ്ഞത് കാണാം. അദ്ദേഹം ആരാണ്? ദാവൂദ് നബി അലൈഹി സ്വലാം ആരാണ്? രാജാവാണ്. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് ഉഷാറോടുകൂടി എഴുന്നേൽക്കണം, ഉറക്കം തൂങ്ങുന്ന അവസ്ഥയിലാകരുത്. അല്ലെങ്കിൽ അദ്ദേഹം രാത്രി നിസ്കരിക്കുന്ന രാത്രി നിസ്കാരത്തിൽ നിന്ന് വരുന്നതല്ല, ഉറങ്ങി എഴുന്നേറ്റ് വരിക എന്ന് ആളുകൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ആ രാത്രി നിസ്കാരം അവിടെ മറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രൂപവും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഏതൊരു അമലിനും അതിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതും അത് രഹസ്യമാക്കുക എന്നുള്ളതും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യവും നമ്മെ അള്ളാഹുവിലേക്ക് ഏറ്റവും അധികം അടുപ്പിക്കുന്ന കാര്യവുമാണ്. വലഖദ് റുവിയ, എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, വലഖദ് റുവിയ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു റജുലുൻ, ഒരിക്കൽ ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇഷ്തബഹ അലൈനാ അൻ-നിഫാഖ് ഫമാ ഹുവ. അപ്പോ പിന്നെ ഞങ്ങൾക്ക് നിഫാഖ് എന്താണെന്ന് ഒരു സംശയമുണ്ട്, എന്താണ് നിഫാഖ് കൊണ്ട് എന്ന് ചോദിച്ചു. ഫഖാല അലൈഹിസ്സലാം അൽ മുറാഇ മുനാഫിഖുൻ, ആളുകളെ കാണാൻ വേണ്ടി കർമ്മം ചെയ്യുന്നവൻ അവൻ മുനാഫിഖാണ് എന്ന് പറയുകയാണ്. ഇവിടെ റിയാ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. റിയാ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ജലിയായതുമുണ്ട്, ഖഫിയായതുമുണ്ട്. ജലിയായ റിയാ എന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അക്ബറാണ്. ഖഫിയായ റിയാ എന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അസ്ഗറാണ്. ജലിയായ റിയാ എന്ന് പറഞ്ഞാൽ മുനാഫിഖീങ്ങളുടെ റിയാ ആണ്. അഥവാ കുഫർ ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്ത് ഇസ്ലാം കാണിക്കുന്ന അവസ്ഥ. ഉള്ളിൽ വ്യക്തമായ കുഫറായിരിക്കും, പക്ഷെ ആളുകൾക്ക് മുമ്പിൽ നിസ്കരിക്കും, നോമ്പ് നോൽക്കും, അങ്ങനെ ചെയ്യുന്ന കുഫർ. അത് റിയായിൽ തന്നെ ഷിർക്കുൻ അക്ബർ ആയിട്ടുള്ളതാണ്. 2 ഖഫി ആയിട്ടുള്ള റിയാ എന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അസ്ഗർ. അവൻ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുക, ഉള്ളിൽ ഈമാൻ ഉണ്ടായിരിക്കും, പക്ഷെ ആളുകൾ കാണുമ്പോൾ ഒന്നുകൂടി നന്നായി നിസ്കരിക്കാൻ തോന്നുന്ന അവസ്ഥ. അത് ഷിർക്കുൻ അസ്ഗർ ആയിട്ടുള്ള റിയാ. റിയാ തന്നെ 2 രീതിയിലുണ്ട്. അപ്പോ ഉള്ളിൽ കുഫർ വെച്ചുകൊണ്ട് കാണിക്കുന്നത് വ്യക്തമായ നിഫാഖും, അവൻ ദീനിൽ നിന്ന് പുറത്താകുന്ന, അവൻ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നവനാണ്. എന്നാൽ മറ്റേ തരത്തിലുള്ള റിയാ നിഫാഖുൻ അമലി, കർമ്മങ്ങളിൽ വരുന്ന നിഫാഖിന്റെ ഒരു ഭാഗമാണ്, പക്ഷെ അവൻ ദീനിൽ നിന്ന് പുറത്താകുന്ന നിഫാഖല്ല ആ ഉദ്ദേശിക്കുന്നത്. വഖീല, മറ്റൊരു അസർ, അൽ-ഹസനു അലാ ഫർഖദിൻ അസ്സബ്ഖി കിസാഅ സൂഫിൻ. ഒരു ദിവസം ഹസൻ ബസീർ റഹിമഹുല്ലാ ഫർഖദ് അസ്സബ്ഖി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു വ്യക്തിയാണ് ഫർഖദ് അസ്സബ്ഖി എന്ന് പറയുന്നത്. ഈ വ്യക്തിയെ ഒരു സൂഫ് ധരിച്ചുകൊണ്ട്, അഥവാ കട്ടിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, അന്നത്തെ സൂഫികൾ പ്രത്യേകം ധരിച്ചിരുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കണ്ടു. ഫഖാല, അപ്പോൾ ഹസൻ ബസീർ റഹിമഹുല്ലാ ചോദിക്കുകയാണ്, യാ ഫർഖദ്, ഏ ഫർഖദ്, ലഅല്ലക തഹ്സിബു അന്ന ലക ബികിസാഇക അലന്നാസ് ഫദ്ലൻ, നീ വിചാരിക്കുന്നുണ്ടോ ഈ ഒരു വസ്ത്രം ധരിച്ചു നടക്കുമ്പോൾ ആളുകളുടെ മുമ്പിൽ അനക്കൊരു സ്ഥാനം ഉണ്ട് എന്നുള്ള നിലക്ക്, നീ കുറച്ച് ഭൗതിക വിരക്തിയൊക്കെ ഉള്ള ആളാണെന്ന നിലക്ക് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നിലക്കല്ലേ നീ ധരിക്കുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, വലഖദ് ബലഗനി അന്ന അക്തറ ലിബാസി അഹ്ലിൻ നാരിൽ അക്സിയതു, നാളെ നമുക്ക് എത്തിക്കപ്പെട്ടിട്ടുണ്ട് ചില റിവായത്തുകളിൽ നാളെ നരകത്തിൽ ഉണ്ടാകുന്ന അധിക ആളുകളുടെയും വസ്ത്രം എന്നുള്ളത്, അഥവാ അവർക്ക് വസ്ത്രം ഉണ്ടെങ്കിൽ തന്നെ അതെന്താണ്, കട്ടിയുള്ള ഇതുപോലെയുള്ള വസ്ത്രങ്ങളായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുക. അതായത് താക്കീത് ചെയ്യാൻ. കാരണം തസവുഫ് എന്നുള്ളത്, ഹസൻ ബസീർ റഹിമഹുല്ലാ ജീവിതം പഠിക്കുന്ന ആള് പിന്നെ യഥാർത്ഥത്തിൽ എന്താണ് തസവുഫ് എന്ന് മനസ്സിലാക്കും, എന്താണ് സുഹുദ് എന്ന് മനസ്സിലാക്കും, എന്താണ് സലഫുകളിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ അഖീദയിലും മൻഹജിലും ഉണ്ടായിരുന്ന ഈ തസവുഫ് എന്ന് പഠിക്കും. എന്നാൽ അതിൽ നിന്ന് പിൻകാലത്താണ് ഈ പിഴച്ച വിശ്വാസത്തിലേക്കും അതുപോലെ തന്നെ പിഴച്ച രീതിയിൽ തസവുഫ് മാറിപ്പോയത്. അങ്ങനെയുള്ള ആളുകൾ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഈ ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ അത് മാത്രമായിട്ട് നടക്കുക എന്നുള്ളത്. അപ്പോ അതല്ല യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് ചെയ്യുകയാണ് ഹസൻ ബസരി റഹിമഹുല്ലാ. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അൽ മുറാഇ യുരീദു അൻ യുഗാലിബ ഖദറല്ലാഹി ഫീഹി,
ആളുകളെ കാണിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നവൻ അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അവന്റെ മേലെ വിധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹു അവന് നൽകിയിട്ടുള്ള ഒരു സ്ഥാനം അതിനേക്കാൾ ഉന്നതമായി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോ ഒരാള് തെമ്മാടിയായിരിക്കും അള്ളാന്റെ കണ്ണില് ഏറ്റവും വെറുക്കപ്പെടുന്ന തെമ്മാടിയായിട്ടുള്ള ആളായിരിക്കും. അത് മുഅ്മിനീങ്ങളായ അടിമകൾക്കുള്ളിൽ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന് ഒരടിമയോട് എങ്ങനെയാണോ അതുപോലെയായിരിക്കും മുഅ്മിനീങ്ങളുടെ കൽബിൽ ഒരടിമയോട് ഉണ്ടാവുക. ഇപ്പൊ അയാള് ബാഹ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം, എന്നാൽ ഉള്ളില് നിഫാഖും റിയാവും ഒക്കെ ഉള്ള ആളാണെന്ന് വിചാരിക്കാം. യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൽബിൽ അയാളുടെ മേലെ ഇട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥ, ഒരു വികാരം എന്നുള്ളത് അയാളുടെ ബാഹ്യമായിട്ടുള്ളതാവില്ല. അള്ളാഹുവിന് അയാൾ എങ്ങനെയാണോ അതുപോലെയായിരിക്കും മുഅ്മിനീങ്ങൾ അയാളെ കാണുക. ഇപ്പൊ പറയാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ പറയാണ്, അള്ളാഹിന്റെ അടുക്കൽ അവൻ എന്താണ്? തെമ്മാടിയാണ്, അള്ളാഹിന്റെ വെറുപ്പ് കിട്ടിയ ഒരാളാണ്. പക്ഷേ മുഅ്മിനീങ്ങളുടെ ആയ അടിമകളുടെ ഹൃദയത്തിലും അള്ളാഹു അത് ഇട്ടുകൊടുത്തിട്ടുണ്ടാവും. അവനോട് വലിയ ഇഷ്ടമൊന്നും ഇട്ടുകൊടുത്തിട്ടുണ്ടാവില്ല. വഹുവ യുരീദു അൻ യഖൂല അന്നാസ്, അവൻ ഉദ്ദേശിക്കുന്നത് ആളുകൾ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഹാദാ സാലിഹുൻ, അവൻ ആഗ്രഹിക്കുന്നത് ഞാൻ നല്ലൊരു വ്യക്തിയാണെന്ന് പറയാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. വഅന്നാലഹു ബിദാലിക, അവൻ എങ്ങനെയാണ് സാധിക്കുക? അവന് സാധിക്കൂല. വഇൽമുല്ലാഹി ബിരിയാഇഹി ഖദ് സബത ഫീ നുഫൂസി ഇബാദിഹി, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ റിയാ ആണ് എന്നുള്ള അള്ളാഹുവിന്റെ അറിവ് മുഅ്മിനീങ്ങളുടെ ഖൽബിൽ ആദ്യം തന്നെ ഉറച്ചിട്ടുണ്ടാവും. അതായത് ഈ സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ രണ്ട് രീതിയിലുണ്ടാവും. അയാൾ റിയാവോടാണ് ചെയ്യുന്നത്, അതാ ഇഖ്ലാസോടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്കെന്താണ്, രണ്ടും ബാഹ്യമായിട്ട് ഒരുപോലെ ആയിരിക്കും. പക്ഷെ അള്ളാഹുവിനറിയാം ഇവൻ ചെയ്യുന്നത് റിയാവോട് കൂടിയാണോ ഇഖ്ലാസോട് കൂടിയാണോ എന്നുള്ളത്. ആ അള്ളാഹുവിന് മനസ്സിലായതുപോലെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അറിവ് എന്താണോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് അവനോടുണ്ടാകുന്ന വികാരവും. ബാഹ്യമായി കണ്ടാലും അവന്റെ കർമ്മങ്ങൾ കണ്ടാൽ യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് അവനോട് എന്ത് തോന്നൂല? യാതൊരു വിധത്തിലുള്ള ഇഷ്ടമോ കാരുണ്യമോ തോന്നൂല. അത് റിയാ ആണെന്ന് അവർക്ക് മനസ്സിലാകും. എന്നാൽ ഇഖ്ലാസോടുകൂടി ചെയ്യുന്നവൻ അവന്റെ കാര്യങ്ങൾ അത് ഇഖ്ലാസോടുകൂടിയാണ് എന്നുള്ള, അവൻ സ്വാലിഹാണ് എന്നുള്ള തോന്നൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വിട്ടുകൊടുക്കും. قال الحسن البصري رحمه الله പറഞ്ഞു, ولقد حدثت ان رجلا مر برجل يقرأ, ഒരിക്കൽ ഒരു വ്യക്തിയുടെ അടുക്കൽ മറ്റൊരു വ്യക്തി പോവുകയുണ്ടായി. അത് അദ്ദേഹത്തിനോട് പറയപ്പെട്ടു. അപ്പൊ ഈ പോകുന്ന വ്യക്തി പറയുകയാണ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. സൂറത്ത് മറിയമിലെ 96-ാമത്തെ ആയത്താണ്. ആരാണോ ഈമാൻ ഉള്ളത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള അടിമകൾക്കിടയിൽ ഇഷ്ടമിട്ടു കൊടുക്കും എന്ന ആയത്ത്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹബ്ബല്ലാഹു അബ്ദൻ, ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാദാ ജിബ്രീൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം വരുന്ന ഹദീസാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ വിളിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നി അഹ്ബബ്തു ഫുലാനൻ ഫഅഹിബ്ബഹു, ഞാൻ ഇന്നാളിന്നാളെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ പേര് എടുത്ത് പറയുന്നതാണ്. നമ്മുടെ പേരെടുത്തിട്ട് പറയും, ഇന്നയാളെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ആര് പറയും? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്ന ആളെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഫഅഹിബ്ബഹു, നീ അവനെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പറയും. അങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആകാശലോകത്ത് വരും. ആകാശലോകത്തിന്റെ അവസ്ഥ എന്താണ്? നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഒരു 4 വിരൽ വെക്കാൻ സ്ഥലം ഉണ്ടാവുമല്ലോ ഒരു മലക്ക് സുജൂദിലായിക്കൊണ്ടല്ലാതെ. അവിടെയുള്ള ആകാശലോകത്തെ മലക്കുകളോട് വിളിച്ചു പറയും, യാ അഹ്ലസ് സമാ, ഏ ആകാശത്തിലെ മലക്കുകളെ, അള്ളാഹു ഇന്നാലിന്ന ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും അവരെ ഇഷ്ടപ്പെടണം. മലക്കുകൾ പറയും, എനിക്ക് ഇന്നാലിന്ന വ്യക്തിയെ ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ പേര് അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് അവിടെ ആകാശലോകത്ത് ആ മലക്കുകൾ പറയും. പിന്നെ ആ ഹുബ്ബിനെ ഭൂമിയിലേക്ക് ഇറക്കും. മുഅ്മിനീങ്ങളായിട്ടുള്ള അടിമകളുടെ കൽബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുബ്ബിനെ ഇട്ടുകൊടുക്കും. ജന്തുജീവജാലങ്ങൾ പോലും അവനോടുള്ള ഹുബ്ബുണ്ടാവും. ജന്തുജീവജാലങ്ങൾക്ക് പോലും അവനോടുള്ള ഹുബ്ബുണ്ടാവും, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമയോട്. അപ്പോ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു. ഈമാനും സൽക്കർമ്മങ്ങളുമുള്ള ഒരു അടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഹുബ്ബ് ഇട്ട് കൊടുക്കും ജനങ്ങളുടെ കൽബിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആയത്ത് ഒരാൾ പാരായണം ചെയ്യാണ്. അപ്പൊ ഇത് കേട്ട മറ്റേയാൾ പറഞ്ഞു, ഫഖാല വല്ലാഹി, അല്ലാഹുവാണ്, ലാ അഅ്ബുദന്ന അല്ലാഹ ഇബാദതൻ ഉദ്കറു ബിഹാ ഫിദ് ദുനിയാ, ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ആളുകൾ
ജനങ്ങൾ എന്ത് ചെയ്യണം, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തണം. അതിനുവേണ്ടി ഞാൻ ഇബാദത്ത് ചെയ്യുന്ന പെടും. ദുനിയാവിൽ പറയപ്പെടുന്ന രീതിയിൽ ഞാൻ ഇബാദത്ത് ചെയ്യുമെന്ന് അയാൾ പറഞ്ഞു. പിന്നെ സ്ഥിരമായി നിസ്കരിക്കാൻ തുടങ്ങി. അവൻ സ്ഥിരമായി നോമ്പ് തോൽക്കാൻ തുടങ്ങി. അവൻ നോമ്പ് തുറക്കാത്ത അവസ്ഥയിൽ, അഥവാ തുടർച്ചയായിട്ട് തന്നെ ഓരോ ദിവസവും നോമ്പ് തോൽക്കാൻ തുടങ്ങി. അവനെ നിസ്കരിക്കുന്ന അവസ്ഥയിലോ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന അവസ്ഥയിലോ അല്ലാതെ കാണാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഇങ്ങനെ ഇബാദത്തിൽ മുഴുകി ജീവിക്കാൻ അയാളുടെ അടുത്തുകൂടെ ഏതൊരാൾക്കാർ പോയാലും ഖാലു, അവര് പറയും ലാ യസാലു ഹാദാ യുറായി, ഇവൻ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്, ഇവൻ റിയാഉള്ള ആളാണ്, അവൻ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് അവൻ ചെയ്യുന്നത്. മാ അക്സറ റിയാഉഹു, എന്ത് റിയാണ് അവന്, എന്താ ഇങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്ന നിലക്ക് ആളുകൾ പറയും. അങ്ങനെ കുറെ ആയപ്പോ ഫഅഖ്ബല അലാ നഫ്സിഹി, അവൻ അവന്റെ സ്വന്തത്തിനോട് പറഞ്ഞു, വഖാല സകിലത്ക ഉമ്മുക്, നിന്റെ അവസ്ഥ എന്താണ്, ആക്ഷേപിച്ചുകൊണ്ട് സ്വന്തത്തിനോട് പറയാൻ, എന്താ എന്റെ അവസ്ഥ, വലാ അറാകി തുദ്കരീന ഇല്ലാ ബിശർരിൻ, നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിന്നെ പറ്റി ആളുകൾ ഷർറല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ. വലാ അറാകി ഉസിബ്തി ഇല്ലാ ബിഫസാദി ദീനിക്, നിനക്ക് ബാധിച്ച് നിന്റെ ദീന് ഫസാദാവാന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഫസാദി മുഅ്തഖദിക്, നിന്റെ വിശ്വാസം, നിന്റെ എല്ലാ കാര്യങ്ങളും പഴച്ചതായിട്ടാണല്ലോ മനസ്സിലാക്കുന്നത്. വഇന്നകി ലം തുരീദില്ലാഹ ബിഅമലിക്, നീ എന്ത് ചെയ്യുന്നില്ല, നീ അള്ളാഹുവിനെ ഉദ്ദേശിച്ചിട്ടില്ല, നിന്റെ അമലിൽ അള്ളാഹുവിനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സ്വന്തത്തിനെ ഓർമ്മപ്പെടുത്തി. തുമ്മ ബഖിയ അലാ അമലിഹി ലം യസിദ് അലൈഹി ഷൈഅൻ, പിന്നെ അവൻ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രം ചെയ്ത് പിന്നെ ഒന്നും വർദ്ധിപ്പിക്കാതെ, അധികമായിട്ടൊന്നും ചെയ്യാതെ നല്ല സാധാരണയായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു നല്ല രീതിയിൽ ചെയ്തു. ഇല്ല അന്ന നിയ്യതഹു ഇൻഖലബത്, എന്താ ഉണ്ടായുള്ളൂ, അതല്ലെങ്കിൽ ഇതുവരെ ചെയ്ത പോലെ ചെയ്തു, കൂടുതലൊന്നും ആക്കിയിട്ടില്ല, പക്ഷെ അവന്റെ നിയ്യത്ത് മാറി. ആളുകൾക്കിടയിൽ ആളുകൾ ഇഷ്ടപ്പെടണം, ആളുകൾ പറയപ്പെടണം എന്നുള്ള നിയ്യത്ത് മാറിയിട്ട് അവന്റെ നിയ്യത്ത് എന്തായി, അള്ളാഹുവിന് വേണ്ടി എന്നായി. ഫൻഖലബ ഇൽമുൻ നാസി ഫീഹി, ആ സമയം ആളുകൾക്ക് അവനെ കുറിച്ചുള്ള ധാരണയും മാറാൻ തുടങ്ങി. ഫകാന ലാ യമുറു ബിഖൗമിൻ ഇല്ലാ ഖാലു, ഏതൊരാൾ അയാളുടെ അടുത്തുകൂടെ പോയാൽ ആളുകൾ പറയാൻ തുടങ്ങി റഹിമല്ലാഹു ഹാദാ, അള്ളാഹുവിനോട് കാരുണ്യം ചൊരിയട്ടെ. സുമ്മ യഖൂലൂൻ അൽ ആന, പിന്നെ ആളുകൾ പറയും ഇപ്പോഴാണ് അതിന്റെ കർമ്മങ്ങൾ നന്നായിട്ടുള്ളത് എന്നുള്ളത്. ചുരുക്കത്തിൽ ഇതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയ്യത്ത് എന്താണോ അതിനനുസരിച്ച് തന്നെയാണ് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നമ്മോടുണ്ടാവുക. റിയാ കൊണ്ടൊരു കാര്യമില്ല എന്നുള്ളതാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും സ്വന്തത്തിനോട് ചിന്തിക്കണം. ആർക്കാണ് റിയാ ഉള്ളത് അറിയില്ല. പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന ആരാണെങ്കിലും സ്വന്തത്തിനോട് ചോദിക്കണം, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ എന്റെ സംസാരങ്ങൾ, എന്റെ പ്രവർത്തനങ്ങൾ, എന്റെ വാക്കുകൾ, ഇത് ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണോ അതോ അള്ളാഹുവിനോട് ഇഖ്ലാസോട് കൂടിയിട്ടാണോ? ആളുകളുടെ മുമ്പിൽ നമ്മൾ നിസ്കരിക്കുന്ന ആളാണ്, ഖുർആൻ ഓതുന്ന ആളാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളാണ് എങ്കിൽ കൂടി നമ്മുടെ രഹസ്യം എന്താണോ അതിന്റെ അടിസ്ഥാനത്തിലെ ആളുകൾക്ക് നമ്മളോട് എന്തുണ്ടാവുള്ളൂ, മുഅ്മിനീങ്ങളായ ആളുകളുടെ ഖൽബിൽ അതേ ഉണ്ടാവുള്ളൂ. ആളുകളുടെ മുമ്പിൽ കാണിച്ചു എന്നതുകൊണ്ട് നമ്മെ പറ്റി നല്ലത് ഒരാൾ വിചാരിക്കാൻ പോകുന്നില്ല. എന്നാൽ നമ്മൾ ഇഖ്ലാസോട് കൂടിയാണോ, നമ്മുടെ കർമ്മങ്ങൾ ആരും കണ്ടിട്ടില്ല എങ്കിൽ കൂടി അടിമകളുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹം അല്ലാഹു തആല ഇട്ടുകൊടുക്കും, നമ്മളോടുള്ള ഹൈബത്ത് അല്ലാഹു തആല ഇട്ടുകൊടുക്കും. അത് അല്ലാഹുവിന്റെ കയ്യിലാണ്. ചുരുക്കം പറഞ്ഞാൽ അല്ലാഹു മൻ അസ്ലഹ മാ ബൈനഹു വബൈന അല്ലാഹ് അസ്ലഹ അല്ലാഹു മാ ബൈനഹു വബൈന അന്നാസ്. സൽഫുകൾ പറയാറുള്ള വാക്കാണ്. ഇതിന്റെ ചുരുക്കം അതാണ്. ആരാണോ തന്റെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ളത് നന്നാക്കുന്നത്, അവന്റെയും ജനങ്ങളുടെ ഇടയിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയും നന്നാക്കുന്നതാണ്. وكان الحسن يقول, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, അഖ്ലിസൂ ലില്ലാഹി അമലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇഖ്ലാസോട് കൂടിയുള്ളതാക്കുക. ഫഖദ് റൂവിയ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. അത് ദഈഫാണ്. മറ്റൊരു ഹദീസ്, മൻ സമ്മഅ അന്നാസ ബിഅമലിഹി സമ്മഅ അല്ലാഹു ബിഹി സാമിയ ഖൽഖി യൗമൽ ഖിയാമ വഹഖറഹു വസഗറഹു. ഇതേ ആശയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ആരാണോ ജനങ്ങൾ കേൾക്കാൻ വേണ്ടി, ജനങ്ങൾ തന്നെ പറ്റി കേൾക്കാനും അറിയാനും വേണ്ടി കർമ്മം ചെയ്യുന്നത്, നാളെ പരലോകത്ത് അവന്റെ തിന്മകളും ന്യൂനതകളും അള്ളാഹു ആളുകളെ കേൾപ്പിക്കും. അങ്ങനെ ആളുകളുടെ മുമ്പിൽ വില കുറഞ്ഞവനായിട്ട് അവൻ മാറുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അൽ ജസാഉ മിൻ ജിൻസിൽ അമലാണ്. ആളുകൾ കാണാനും കേൾക്കാനും ഇവിടെ നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് നമ്മുടെ തിന്മകളായിരിക്കും ആളുകൾ കാണുകയും കേൾക്കുകയും ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുക. വകാന ഹസൻ യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇബ്നു ആദം, എ മനുഷ്യ, അമാ തസ്തഹി, നിനക്ക് ലജ്ജയില്ലേ, നീ ലജ്ജിക്കുന്നില്ലേ, തതകല്ലമു ബികലാമിൽ ഫാസിഖീൻ വതസ്തു സുത്വത്തുൽ ജബ്ബാരീൻ, നീ
ഏറ്റവും ഫിസ്ക് നിറഞ്ഞ സംസാരങ്ങൾ പറയുന്നു, എന്നിട്ട് നീ വലിയ അധികാരമുള്ള ഒരാളെ പോലെ നീ നടക്കുകയും ചെയ്യുന്നു. അഥവാ മ്ലേച്ഛതകൾ സംസാരിക്കുന്ന, തിന്മ ചെയ്യുന്ന ഒരാളായിട്ട് ആളുകൾക്ക് മുമ്പിൽ ഒരു സ്ഥാനമുണ്ട്, ബഹുമാനമുണ്ട് എന്ന നിലക്ക് നീ ജീവിക്കുകയും ചെയ്യുന്നു. ഒരിക്കലുമില്ല. അല്ലാഹു തആല ഇക്റാം ചെയ്താലല്ലാതെ ഒരാൾക്കും ഒരു ആദരവ് ലഭിക്കൂല. അല്ലാഹു തആല ഒരാളെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഇക്റാം ചെയ്യാൻ വേറൊരാൾക്കും സാധിക്കുകയുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലുള്ള കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം പറയുമായിരുന്നു, ഇബ്നു ആദം, മനുഷ്യ, തൽബസു ലിബ്സത്തൽ ആബിദീൻ, നീ ആബിദീങ്ങളുടെ വസ്ത്രം ധരിക്കുന്നു, വതഫഅലു അഫ്ആലൽ ഫാസിഖീൻ, തെമ്മാടികളുടെ പ്രവർത്തനം ചെയ്യുന്നു, വതുഖ്ബിതു ഇഖ്ബാതൽ മുദ്ബിരീൻ, ദുനിയാവിനോട് വിരക്തിയുള്ളവരെ പോലെ നീ വിനയും താഴ്മയും കാണിക്കുന്നു, വതൻദുറു നദറൽ മുഅ്തബിരീൻ, ദുനിയാവിലേക്ക് ആർത്തി കാണിക്കുന്ന ആളുകളുടെ നോട്ടം നോക്കുന്നു. വൈഹക്, നിനക്ക് നാശം. മാ ഹാദിഹി ഖിസാലുൽ മുഖ്ലിസീൻ, ഇത് ഇഖ്ലാസുള്ളവരുടെ ലക്ഷണങ്ങളല്ല. ഇന്നക തഖൂമു യൗമൽ ഖിയാമ ബൈന യദൈ മൻ യഅലമു ഖായിനതൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, തീർച്ച നീ അന്ത്യനാളിൽ നിൽക്കാൻ പോകുന്നത് ആരുടെ മുമ്പിലാണെന്ന് അറിയുമോ? കണ്ണിന്റെ കട്ടുനോട്ടവും നെഞ്ചിൽ ഒളിപ്പിച്ചിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളും അറിയുന്ന ഒരാളുടെ മുമ്പിലാണ്. അഥവാ നമ്മുടെ പ്രവർത്തനവും അകവും പുറവും വേറെ ആയിട്ട് ഇവിടെ ജീവിച്ചോണ്ടൊരു കാര്യമില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അകവും പുറവും വേറെ ആയിക്കൊണ്ട് ആളുകളുടെ മുമ്പിൽ മാന്യനായി കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നാളെ നിൽക്കാൻ പോകുന്നത് എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലാണെന്നുള്ള കാര്യം നീ മറക്കരുത്. പറഞ്ഞത് എല്ലാ രഹസ്യങ്ങളും കൃത്യമായി അറിയുന്ന, നമ്മുടെ നിയ്യത്തുകൾ എല്ലാം കൃത്യമായി വെളിവാകുന്ന ദിവസമാണ് അന്ത്യനാൾ. നമ്മൾ പുറത്തൊന്ന് കാണിച്ചിട്ട് അകത്ത് മറ്റൊരു രീതിയിൽ ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വളർന്നിട്ടുള്ള കാര്യമാണത്. ഏറ്റവും അധികം രണ്ട് മുഖം ഉണ്ടാവുക എന്നുള്ളത്. ഉള്ളിലൊന്ന് വിചാരിച്ചിട്ട് പുറത്ത് വേറെ ചെയ്യാം. ദീനിന്റെ പുറത്താണെങ്കിലും ആളുകൾക്കിടയിൽ വർദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ജോലി സ്ഥലമാവട്ടെ, എന്തൊരു കാര്യമാവട്ടെ, താൻ ചെയ്ത ഒരു തെറ്റ് മറ്റുള്ളവരുടെ മേലെ ഇട്ടുകൊടുത്തിട്ട് രക്ഷപ്പെടുക, അല്ലെങ്കിൽ മറ്റൊന്ന് ഒരു സുഹൃത്ബന്ധം കാണിച്ചിട്ട് ചതിക്കുക, ഇതെല്ലാം ഇന്ന് വർദ്ധിക്കുന്ന ഒരു കാലമാണ്. ഒരു മുഅ്മിൻ മനസ്സിലാക്കേണ്ടത്, അവന്റെ ഏത് സമയം മനസ്സിലാക്കേണ്ടത്, ആളുകൾക്ക് മുമ്പിൽ അവൻ എന്തായി എന്നുള്ളത് ഒരു വിഷയമുള്ള കാര്യമല്ല. ആളുകൾക്ക് മുമ്പിൽ അവനെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല, അള്ളാഹുവിന് മുമ്പിൽ അവൻ എന്തായി എന്നുള്ളതാണ് വിഷയം. وقيل كان الحسن يقول, حسن البصري رحمه الله പറയുമായിരുന്നു, روي أن من قبل الله سبحانه وتعالى من عمله حسنة واحدة أدخله بها الجنة. ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, മുൻഗാമികൾ പറയാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ സ്വീകരിക്കപ്പെട്ടാൽ അദ്ഖലഹു ബിഹൽ ജന്ന, അതുകൊണ്ട് അവനെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളത്. ഇത് സലഫുകൾ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ ഒരു അമല്, അല്ലെങ്കിൽ ഒരു നിസ്കാരം, ഒരു സുജൂദ്, ഒരു സദഖ, പല സഹാബികളും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം സദഖ കൊടുക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കാണത്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കർമ്മം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ മരണത്തെ കൊതിക്കും. കാരണം എന്റെ കർമ്മം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ഭയം എന്താണ്? ഇത് സ്വീകരിക്കുമോ എന്നുള്ളത്. പ്രതീക്ഷ വേണം, സ്വീകരിക്കുമോ എന്നുള്ള പ്രതീക്ഷ വേണം. പക്ഷെ അതോടൊപ്പം തന്നെ എന്ത് വേണം? ഇത് സ്വീകരിക്കപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് സലഫുകൾ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമാണ്, യാ അബാ സഈദ്, യാ ഹസൻ ബസരി, വഅൈന യുദ്ഹബു ബിഹസനാതിൽ ഇബാദ്, അപ്പൊ മറ്റുള്ള കർമ്മങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരു കർമ്മം സ്വീകരിച്ചാൽ തന്നെ അതുകൊണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ മറ്റുള്ള കർമ്മങ്ങളുടെ അവസ്ഥ എന്താണ്? ഫഖാല, അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഇന്നമാ യഖ്ബലുൽ ഖാലിസത് ത്വയ്യിബ, അല്ലാഹു തആല സ്വീകരിക്കുക എങ്ങനത്തെ കർമ്മങ്ങളാണ്? ഖാലിസ് ആയിരിക്കണം, ഒരു ശിർക്കിന്റെ അംശമില്ലാത്തതായിരിക്കണം. ശിർക്കിന്റെ അംശമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ശിർക്ക് ഒരു കർമ്മത്തിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കർമ്മവും പൊളിഞ്ഞു. ഒരാൾ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു കർമ്മം ഷിർക്കുൻ അക്ബർ ആയിട്ടുള്ള ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കർമ്മവും പൊളിഞ്ഞിട്ടുണ്ട്. അവന്റെ ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ എന്തായിരിക്കണം? അവൻ ഷിർക്കിൽ നിന്ന്, ഷിർക്കുൻ അക്ബറിൽ നിന്ന് മോചിതനായിരിക്കണം. സ്വർഗപ്രവേശനം കിട്ടാനുള്ള യോഗ്യത അവൻ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അവന്റെ ഒരു കർമ്മം എന്തായിട്ടുള്ളത്? സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കർമ്മം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഷിർക്കിൽ നിന്ന് ഒഴിവാണ്. അപ്പൊ എന്തെങ്കിലും ഷിർക്കിൽ നിന്ന് ഒഴിവായ എന്താണ്? എന്തെങ്കിലും സ്വർഗം പ്രവേശിക്കപ്പെടും. അപ്പൊ എന്താണ്? ഖാലിസ് ആയിരിക്കണം, ത്വയ്യിബ് ആയിരിക്കണം. ത്വയ്യിബല്ലാത്ത ഒന്നും അല്ലാഹു തആല സ്വീകരിക്കില്ല, ഹലാലായതായിരിക്കണം.
അൽ മുജാനിബ ലിൽ ഉജ്ബി വദിയാ, ഉജ്ബിൽ നിന്ന് സ്വന്തത്തിൽ അത്ഭുതം കൂറുന്നതിനെ തൊട്ടും ആളുകളെ കാണാൻ വേണ്ടി ചെയ്യുന്നതിനെ തൊട്ടും ഒഴിവായതായിരിക്കണം. അഥവാ ശിർക്കിന്റെ എല്ലാ അംശത്തിൽ നിന്നും ഒഴിവായിരിക്കണം. ഫമൻ സലിമത് ലഹു ഹസനത്തുൻ വാഹിദ, അങ്ങനെ ഒരു കർമ്മം അവൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ ഫഹുവ മിനൽ മുഫ്ലിഹീൻ, അവൻ വിജയികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അവൻ വിജയികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അങ്ങനെ ഒരു കർമ്മം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ച അവന് സ്വർഗപ്രവേശനം എന്നുള്ളത് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. ഇനി എന്തെങ്കിലും തിന്മകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മശീയത്തിന് കീഴിലായിട്ട് അവന് മഗ്ഫിറത്ത് കിടക്കുന്നു. അഥവാ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഒരു കർമ്മം അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളത് എന്തിന്റെ അറിയിക്കുന്നതാണ്? അവന് സ്വർഗമുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ ആ വാക്ക് പറയാനുള്ള കാരണം. എന്റെ ഒരു അമല് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരണത്തെ കൊതിക്കുമെന്ന് പറയാനുള്ള കാരണം അതാണ്. പക്ഷെ അള്ളാഹ് ബാക്കിയുള്ള അസറുകൾ അടുത്ത റസൂൽ വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് യഥാവിധി ഇഖ്ലാസോടുകൂടി ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.